നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പുതിയ തലമുറയ്ക്ക് പകുതി സീറ്റുകൾ കൊടുക്കും. പഴയ തലമുറയോട് മാറി നിൽക്കാൻ പറയില്ല. എന്നാൽ തങ്ങൾക്ക് പുറകെ മറ്റാരും വരണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് AICCയുടെ കൂടെ തീരുമാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത്, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകും, 50% വേണം എന്ന് പറയാറുള്ളത്. അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. അത് ഞങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആളല്ലേ. ഇനി ഞങ്ങളുടെ പുറകെ വരേണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, കോൺഗ്രസിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും മുതിർന്ന നേതാക്കളെ കൂടി കളത്തിലിറക്കുന്നുണ്ട്. അപ്പോൾ ആകാംക്ഷ വർദ്ധിക്കുകയാണ്, ആർക്കൊക്കെ ആയിരിക്കും സീറ്റുകൾ ലഭിക്കുക. ഏതായാലും യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം എന്നത് ഉറപ്പായിരിക്കും. പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ പുതുമുഖങ്ങളെ രംഗത്തിറക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിലേക്കുള്ള ഒരു സൂചന എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് AICCയുടെ ഒരു നിലപാട് തന്നെയാണ് സ്ത്രീകൾക്കും കൂടുതൽ യുവാക്കൾക്കും അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെയും ആവശ്യം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി മാറ്റിവെക്കും എന്ന ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതേസമയം തന്നെ മുതിർന്ന നേതാക്കളുടെ കാര്യവും മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, മുതിർന്ന പ്രവർത്തകർ ഇപ്പോഴും കമ്മിറ്റികളിൽ തന്നെയുണ്ട്, അത് തുടരും. അങ്ങനെ തന്നെയാണ് AICCയും പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ ഉപദേശങ്ങൾ കൃത്യമായും അത് കേൾക്കും, അത് പ്രാവർത്തികമാക്കും. പ്രായം കൂടുതലായി എന്നതുകൊണ്ട് ആരെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടില്ല. അവരുടെ ഉപദേശങ്ങളും അനുഭവ സമ്പത്തുമൊക്കെ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കും എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു തലമുറ മാറ്റം എന്നുള്ളത് കോൺഗ്രസിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെ ഈ വാക്കുകൾ. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.